ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിശ്വാസത്തിൽ അവിടെ ഹാബേലും കയീനും യാഗം അർപ്പിക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് അവിടെ പറയുന്നത്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. എന്തുകൊണ്ട് ഉത്തമമായ യാഗമായിരുന്നു എന്ന് ചോദിച്ചാൽ, പ്രത്യക്ഷത്തിൽ നമുക്ക് അതിനൊരു ഉത്തരം അവിടെ യാഗാർപ്പണത്തിൻ്റെ സമയത്ത് കാണാൻ കഴിയുന്നില്ല. എന്നാൽ അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന അനുസരിച്ച് യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. അപ്പോൾ ആ വ്യക്തിയാണ് അതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം. വ്യക്തിയാണ് പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ എന്ത് യാഗം കഴിച്ചാലും കുഴപ്പമില്ലല്ലോ എന്ന് നമ്മൾ പെട്ടെന്ന് ചോദിച്ചേക്കാം, അല്ലേ? വ്യക്തിയാണ് യാഗത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമെങ്കിൽ പിന്നെ ഇപ്പം ഫലമൂല്യങ്ങൾ അർപ്പിക്കുന്നതും ആട്ടിൻകുട്ടിയെ യാഗം അർപ്പിക്കുന്ന നമ്മൾ വ്യത്യാസമില്ലല്ലോ. അവിടെയാണ് ഇവിടെ വിശ്വാസത്താൽ എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രസക്തി. അത് ഉൽപ്പത്തി പുസ്തകത്തിലല്ല നമ്മൾ കാണുന്നത്, എബ്രായ ലേഖനത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുകയാണ്. അതിനകത്ത് വിശ്വാസത്തിൻ്റെ ഒരു ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഫെയ്ത്ത് ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ആ ഫെയ്ത്ത് ആസ്പെക്റ്റാണ് ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചത്. അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ചിന്തയ്ക്ക് വിരുദ്ധമാകും. എന്താണെന്നറിയാമോ? നല്ല വ്യക്തികൾ അല്ലെങ്കിൽ നല്ല മനോഭാവമുള്ളവർ, അവർ ദൈവപ്രസാദത്തിൻ്റെ ലോകത്തും അതിനകത്ത് ഒരാളുടെ കർമ്മമാണ്, അല്ലെങ്കിൽ ഒരാളുടെ നന്മയാണ്, ഒരാളുടെ കർമ്മമാണ് ദൈവത്തെ അല്ലെങ്കിൽ ദൈവം കൂടുതൽ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ മറ്റു കാര്യത്തിലല്ല എന്നുള്ളത് വരാം. പക്ഷെ അവിടെ അപ്പോൾ ഈ ഓൾഡ് ടെസ്റ്റമെന്റിൽ നമ്മളത് വായിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ ഫെയ്ത്തിൻ്റെ ഒരു ആസ്പെക്റ്റ് നമുക്ക് അവിടെ ദൃശ്യമാകുന്നില്ല. എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോഴാണ് ശരിക്കും അതിനകത്ത് ആ വിശ്വാസത്താൽ എന്ന വാക്കിൻ്റെ പ്രസക്തി നമ്മൾ ശരിയായിട്ട് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. എന്താണ് അവിടുത്തെ വ്യത്യാസം? അവൻ്റെ അധ്വാന ഫലവുമായിട്ടല്ല, അവൻ അധ്വാനിച്ചിട്ടായിരിക്കാം ഒരു ആട്ടിൻകുട്ടി ഉണ്ടായത്. പക്ഷേ ഇതാ എൻ്റെ അധ്വാനത്താൽ ഞാൻ നേടിയെടുത്ത കാര്യം എന്ന് പറഞ്ഞല്ല അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ചില്ലറ നന്മകളുടെ ഒരു പ്രശ്നം മാത്രമല്ല ഇവിടെ ഉള്ളത്, ഫെയ്ത്തിൻ്റെ പ്രശ്നം അതാണ്. അവിടെ അവൻ്റെ നന്മയിലോ അവൻ്റെ കഴിവിലോ അവൻ്റെ നീതിയിലോ എന്ത് ചെയ്യുന്നില്ല, ആശ്രയിക്കുന്നില്ല. അവൻ നേരെ ദൈവത്തിൻ്റെ സന്നിധി ചെന്നിട്ട് പറയുന്നത്, ഞാൻ ഒന്നും അല്ലാത്തവനാണെന്നാണ്. ഒന്നും ഇല്ലാത്തവനാണെന്നല്ല, ഞാൻ ഒന്നും അല്ലാത്തവനാണ്. ഐ ആം നോബഡി. എനിക്ക് നിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു നേർച്ചയുടെ ബിസിനസ് പോലെ ഇതാ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമെന്നും പറഞ്ഞ് എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം തന്നേച്ച് പോകാനല്ല ഞാൻ വന്നത്. അഥവാ എനിക്കുള്ള സമ്പത്തിൻ്റെ ഒരു ചെറിയ ഭാഗം തന്നേച്ച് പോകാനല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് ജീവാർപ്പണവുമായിട്ടാണ്. ഞാൻ വന്നത് എന്നെ തന്നെ അർപ്പിക്കാനാണ്. അപ്പോൾ കയീൻ ദൈവത്തിൻ്റെ സന്നിധി ചെന്നത് അവനുള്ളതർപ്പിക്കുവാനും, ഹാബേൽ ദൈവത്തിൻ്റെ സന്നിധി ചെന്നത് അവനെ തന്നെ അർപ്പിക്കുവാനുമാണ്. അതാണ് ദൈവം അവനിൽ പ്രസാദിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. അവിടെയാണ് ഫെയ്ത്ത് ഉണ്ടാകുന്നത്. അവനെ തന്നെ അർപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്താണ്, പിന്നീട് ഇവന് സ്വന്തമായിട്ടൊരു ലൈഫില്ല. പിന്നീട് ഹാബേലിന് സ്വന്തമായിട്ടൊരു ലൈഫില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനെ തന്നെ ആർക്ക് കൊടുത്തു കഴിഞ്ഞു? ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞു. ദെൻ ഹീ ബിലോങ്സ് ടു ഗാഡ്. പിന്നെ അവൻ്റെ അനുദിന ജീവിതം ദൈവബന്ധിയാണ്. പിന്നെ അവൻ ദൈവം പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ, ദൈവം പറയുന്നിടത്തെ പോകാൻ പറ്റൂ. കാര്യം അവൻ്റെ മുഴുവനായിട്ട് അവൻ്റെ നിയന്ത്രണം ഇപ്പോൾ ആരേറ്റെടുത്തിരിക്കുകയാണ്? ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് യാഗാർപ്പണത്തിൻ്റെ പ്രത്യേകത. അവൻ ദൈവത്തിൻ്റെ നീതിക്കായിട്ട് ദൈവസന്നിധിയിൽ വരികയാണ്. അവൻ ഒരിക്കലും ഒരു യോഗ്യത പറഞ്ഞുകൊണ്ടല്ല വരുന്നത്. നമ്മൾ ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥന ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ. അവിടെ പറയുന്ന ഒരു പ്രധാന വാക്ക് കർത്താവ് തന്നെ പറയുന്നത്, തങ്ങളെ തന്നെ നീതിമാന്മാർ എന്ന് കരുതുന്നവരെ കുറിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവിടെ പരീശൻ്റെ പ്രാർത്ഥനയുടെ പ്രശ്നം? അല്ലെങ്കിൽ പരീശൻ അവിടെ പറയുന്നത്, ശരിക്കും പരീശൻ്റെ മനോഭാവമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി അവൻ്റെ മനോഭാവം എന്താണ്? അവനെക്കുറിച്ച് തന്നെ കരുതുന്നത് അവൻ ആരാണെന്നാണ്? നീതിമാനാണ് എന്നാണ്. അവന് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാനുള്ള സകല യോഗ്യതയുമുണ്ട് എന്ന് പറഞ്ഞാണ് അവൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് തന്നെ. അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞത്, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിലേക്ക് പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷ മനുഷ്യരെ പോലെയോ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പ്രേയറിനെക്കുറിച്ചുള്ള എൻ്റെ CD-യിൽ ഞാൻ ഇതിനെ കുറേ കൂടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല. പക്ഷേ അവിടുത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം എന്താണ്? അവൻ വന്നു നിൽക്കുന്നത് അവൻ്റെ നീതിയുമായിട്ടാണ്. തങ്ങൾ നീതിമാന്മാരെന്ന് നിരൂപിക്കുന്ന ആളുകളുടെ വലിയ പ്രശ്നം, അവർക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് ദൈവത്തിൻ്റെ ഓശാരമില്ലെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുമെന്ന് അവരുടെ ചിന്ത. അവർ പറയുന്നത്, ഐ ഹാവ് ഓൾ ദ റൈറ്റ് ടു സ്റ്റാൻഡ് ബിഫോർ യു ഗാഡ്. നിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയുണ്ട്, ഇവന് യോഗ്യതയില്ല.
കാര്യം എന്തുകൊണ്ട് നിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കാം? കാര്യം ഞാൻ വ്യഭിചാരിയല്ല, ഞാൻ നീതികെട്ടവനല്ല, ഞാൻ പിടിച്ചുപറിക്കാരനല്ല, ഞാൻ കൊള്ളക്കാരനല്ല, ഞാൻ നേടുന്നതിലൊക്കെയും പ്രധാനം കൊടുക്കുന്നു, ആഴ്ചയിൽ 1 വട്ടമല്ല 2 വട്ടം ഞാൻ ഉപവസിക്കുന്നുണ്ട്, റിലീജിയസ് ഒബ്സർവൻസസ് എല്ലാം ഞാൻ നടത്തുന്നുണ്ട്. ഇവൻ വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ ആരാണെന്നും അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് അവൻ്റെ നീതിയുമായിട്ടാണ് വരുന്നത്. എന്നാൽ ചുങ്കക്കാരൻ അവൻ്റെ നീതിയുമായിട്ടല്ല വരുന്നത്. അവൻ പറയുന്നത് നിന്റെ കരുണയല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇല്ല. ഇപ്പൊ കയീൻ കടന്നു വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെയുണ്ട് എൻ്റെ കൃഷി? കുഴപ്പമില്ലല്ലേ, ഞാൻ വളരെ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, നിന്റെ സഹായം കൂടെ ഉണ്ടായിരുന്നു, എന്നാലും നല്ല കൃഷിയായിരുന്നു. ദൈവസന്നിധിയിൽ ബിസിനസ് ചെയ്യാൻ വരികയാണ്. അവൻ്റെ വിയർപ്പുമായിട്ടാണ് അവൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, കയീൻ അവൻ്റെ വിയർപ്പുമായി വരുന്നു, ഹാബേൽ അവൻ്റെ രക്തവുമായിട്ട് വരുന്നു. പക്ഷെ വിയർപ്പുമായിട്ട് നമ്മളിപ്പോൾ അവൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ അതാണ് അദൃശ്യ ലോകത്തിൽ നടക്കുന്ന കാര്യമെന്ന് ഞാൻ പറയാൻ കാര്യം. ആ ജീവാർപ്പണം നടക്കുമ്പോൾ അവൻ ചോര കൈ വലിച്ചു കീറിയിട്ട് ചോരയും കൊണ്ടല്ല അവിടെ വരുന്നത്. അത് ദൃശ്യലോകത്തിൽ അവിടെ കിടക്കുന്നത് ആട്ടിൻകുട്ടിയാണ്. പക്ഷെ അദൃശ്യ ലോകത്തിൽ അവനെ തന്നെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. അവിടെയാണ് ഫെയ്ത്ത് എന്നുള്ള വാക്കുണ്ടാകുന്നത്. ആ ഫെയ്ത്ത് എന്നുള്ള വാക്കില്ലെങ്കിൽ നമുക്കൊരു പക്ഷേ ഈ സ്റ്റോറി മനസ്സിലാകത്തില്ല. എബ്രായ ലേഖനത്തിൽ വിശ്വാസത്താൽ എന്ന് പറയുന്ന ആ ഒരു വാക്ക് വരുന്നത് കൊണ്ടാണ് ആ വിശ്വാസമാണ് അവന് അപ്രൂവൽ കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു വ്യക്തിയുടെ ഒരു പ്രേരണയെ കുറിച്ചുള്ള ബുക്കാണ്. അതിനകത്ത് അദ്ദേഹം ഒരു ദിവസം, ഒരു പാസ്റ്ററാണ്, അദ്ദേഹം ഒരു ദിവസം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഇന്ന് നിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് വരാനായിട്ട് എനിക്ക് വാസം പറഞ്ഞ ഒരു യോഗ്യതയില്ല. ഇന്ന് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്ന് വൈകുന്നേരം കിടക്കാൻ നേരം പറഞ്ഞതാണ്, എനിക്കിന്ന് വേണ്ടത്ര വേദപുസ്തകം വായിക്കാൻ പറ്റിയില്ല, എനിക്ക് വേണ്ടത്ര ഉപവസിക്കാൻ പറ്റിയില്ല, വേണ്ടത്ര പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, അതുപോലെ പലരോട് സുവിശേഷം പറയാനൊന്നും എനിക്ക് പറ്റിയില്ല. ഐ വാസ് സോ ബിസി. അതുകൊണ്ട് ഇന്ന് നിൻ്റെ മുമ്പിലേക്ക് വരാനുള്ള യോഗ്യത വാസ്തവത്തിൽ എനിക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവനോട് ചോദിച്ചു, ബോബ്, നീ ഇന്ന് 8 മണിക്കൂർ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയും 4 മണിക്കൂർ തുടർച്ചയായി വേദോസം വായിക്കുകയും 50 പേരോട് സുവിശേഷം പറയുകയും ചെയ്തിട്ട് വന്നായിരുന്നെങ്കിൽ ഇതിനേക്കാൾ എൻ്റെ അടുത്ത് വരാൻ നിനക്ക് വല്ല യോഗ്യതയുണ്ടെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? ചോദിക്കാൻ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ചിന്ത കുറെ കൂടെ ഒക്കെ അധ്വാനിച്ച കുറെ കൂടെ ഒക്കെ പ്രാർത്ഥിച്ച അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാൻ എനിക്ക് യോഗ്യതയുണ്ടെന്ന്. ഈ പരീക്ഷണം പറയുന്നതാണ്, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു, ഞാൻ കള്ളത്തരം കാണിച്ചില്ല. അവൻ ചെയ്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അവൻ്റെ റിലീജിയസ് ഒബ്സർവൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവൻ്റെ ആത്മീയ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ അവൻ കടന്നു ചെല്ലാൻ പരിശ്രമിക്കുന്നത്. പക്ഷേ ബോബ് എഴുതിയിരുന്നൊരു കാര്യമാണ്, കർത്താവ് അവനോട് പറഞ്ഞു, ഇല്ല, കാരണം എൻ്റെ സന്നിധിയിലേക്ക് വരാനുള്ള യോഗ്യത നിൻ്റെ വിയർപ്പല്ല, എൻ്റെ പുത്രൻ്റെ രക്തമാണ്. നിൻ്റെ വിയർപ്പുമായി എൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ ഒരു വ്യക്തി അയാളുടെ വിയർപ്പുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ ഒരാളെയും അനുവദിച്ചിട്ടില്ല. ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ എന്ത് മാത്രമേ യോഗ്യതയുള്ളൂ? യേശു ക്രിസ്തുവിൻ്റെ രക്തവുമായി ചെല്ലാനേ ഉള്ളൂ യോഗ്യത. കാരണം നമ്മളെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് നമ്മളുടെ അധ്വാനമല്ല, നമ്മുടെ പ്രാർത്ഥനയല്ല, നമ്മളുടെ യാഗമല്ല, നമ്മളുടെ സുവിശേഷ വേലയല്ല, നമ്മൾ പൈസ കൊടുത്തതല്ല. നമ്മളെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത്, യോഗ്യമാക്കുന്നത് എന്താണെന്നറിയാമോ? ഇറ്റ്സ് എ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. അതാണ് ഫെയ്ത്ത്, അതാണ് വിശ്വാസം. അവിടെയാണ് കർമ്മമാർഗവും വിശ്വാസമാർഗവും രണ്ടായിട്ട് പിരിയുന്നത്. ഞാൻ എത്ര ആളുകളോട് സുവിശേഷം അറിയിച്ചാലും ഞാൻ എക്സ്ട്രാ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. ഒരു പക്ഷേ ചെയ്യേണ്ടത് പോലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഡാർസലാമിലുണ്ടായിരുന്ന സമയത്ത്, ആഫ്രിക്കയിലുണ്ടായിരുന്ന സമയത്ത്, ഞാൻ ചർച്ചിൽ പ്രസംഗിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അൺവേർതി സെർവൻ്റ് എന്ന് സ്വയം വിളിക്കുന്ന ആ സെർവൻറ്റിനെ നോക്കിയാൽ അയാളെ പോലെ അധ്വാനിക്കുന്ന ഒരാളെ ഇന്ന് കണ്ടു കിട്ടാനില്ല. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അധ്വാനിച്ച് ആ മനുഷ്യൻ വെള്ളം പോലും കുടിക്കാതെ വന്നു കഴിഞ്ഞിട്ട് യജമാനന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് അയാൾക്ക് വെയിറ്റ് ചെയ്ത് അയാൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഈ അധ്വാനിയായ, കഠിനാധ്വാനിയായ, മൾട്ടി സ്കിൽഡ് പേഴ്സണാലിറ്റി, കാര്യം അവന് ഉഴാനറിയാം, മേയ്ക്കാനറിയാം, തന്നെയല്ല കുക്ക് ചെയ്യാനറിയാം, വെയിറ്റ് ചെയ്യാനറിയാം, എല്ലാം അറിയാവുന്ന ഈ വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന്, അല്ലെങ്കിൽ യജമാൻ്റെ സന്നിധിയിൽ ചെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്നാണ്. ഞാൻ പറഞ്ഞു, സാജു ചെന്നിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയാനും എനിക്ക് വയ്യ. ഞാൻ ചെയ്യേണ്ടത് പോലും ചെയ്തിട്ടില്ല. ഐ വാസ് കൺഫസിങ് ബിഫോർ ദ പീപ്പിൾ. ഞാനവിടെ പോകുന്നത്, ഞാനവിടെ യു നോ ദാറ്റ്, മെനി ഓഫ് യു നോ ദാറ്റ് ഐ എം ടീച്ചിങ് പീപ്പിൾ, ചർച്ചസിനെയും പാസ്റ്റേഴ്സിനെയും ട്രെയിൻ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ആ ചർച്ചിനെ ഞാൻ ട്രീറ്റ് ചെയ്തപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ കാര്യമുണ്ട്, സാജു ഈസ് ലെസ് ദാൻ ആൻ അൺവർതി സെർവൻറ്റ്. ഈസ് നോട്ട് ഈവൻ ആൻ അൺവർതി സെർവൻറ്റ്, ഈസ് ലെസ് ദാൻ ആൻ അൺവർതി സെർവൻറ്റ്. എങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന്? കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതൊക്കെയും ചെയ്തിട്ട് എന്ത് പറയണം? ഞങ്ങൾ അപ്രയോജനദാസന്മാർ, അയോഗ്യരായ ദാസന്മാർ, ഞങ്ങൾ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറഞ്ഞാൽ എന്തോ ഗുണമുണ്ടാകും? അതിൻ്റെ മുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അപ്പോസ്തലന്മാർ വന്ന് കർത്താവെ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞതിനാണ് യേശു ഈ ഉപമ പറഞ്ഞത്. ഫെയ്ത്ത് വർദ്ധിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അപ്പോസ്തലന്മാർ ചോദിച്ചപ്പോഴാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഫെയ്ത്ത് വർദ്ധിക്കണമെങ്കിൽ
നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫെയ്ത്ത് വർദ്ധിക്കും, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുമെന്ന്. അതാണ് വിശ്വാസത്തിൻ്റെ അർത്ഥം നമ്മളെ ഗ്രഹിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം എന്ന് പറയുന്നത് ആശ്രയമാണ്, അല്ലാതെ ചരിത്രത്തിലുള്ള വിശ്വാസമല്ല വിശ്വാസം. എന്താണ് ആശ്രയം? ഈ അപ്രയോജനദാസൻ അല്ലെങ്കിൽ അയോഗ്യനായ ദാസൻ, അൺവേർതി സെർവൻറ്റ്, അവൻ യജമാനൻ്റെ അടുത്ത് എന്ന് പറയുന്നത്, യജമാനനെ എന്നെപ്പോലൊരാളെ നിനക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണെന്നൊന്നുമല്ല. അവൻ്റെ ചോദ്യം, എന്നെ ഒരു ദാസനാക്കാൻ ഇദ്ദേഹം തയ്യാറായത് എന്തുകൊണ്ടാണ്? എന്നെപ്പോലെ അപ്രയോജനമായ അല്ലെങ്കിൽ പ്രയോജനമില്ലാത്ത ഒരു ദാസനെ, അയോഗ്യനായ ഒരു ദാസനെ ഇദ്ദേഹം എന്തുകൊണ്ട് ഒരു ദാസനാക്കിയെന്ന് അവൻ ചോദിക്കുന്നത്. കാര്യം അയോഗ്യനായ ഒരാളെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ജോലിക്ക് വെക്കത്തില്ലല്ലോ. അയോഗ്യനായ ഒരാളെ ജോലിക്ക് വെക്കണമെങ്കിൽ അത് യജമാനൻ്റെ കരുണയാണ്, കൃപയാണ്. അതുകൊണ്ട് ഈ വ്യക്തി, ഈ അൺവേർതി സെർവൻറ്റ്, ഈ അപ്രയോജനദാസൻ അവൻ്റെ മൾട്ടി സ്കിൽ പേഴ്സണാലിറ്റിയിലോ അവൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്സിലോ അവൻ്റെ വിശ്വസ്തതയിലോ അവൻ്റെ ഹാർഡ് വർക്കിലോ ഒന്നുമല്ല ആശ്രയിക്കുന്നത്. അവൻ ആശ്രയിക്കുന്നത് അവൻ്റെ യജമാനൻ്റെ കൃപയിലാണ്. അപ്പോഴാണ് നമുക്ക് ഫെയ്ത്ത് ഉണ്ടാകുന്നത്, വിശ്വാസം ഉണ്ടാകുന്നത്. കാര്യം അവിടെ ആശ്രയമാണ്. അവൻ പറയുന്നത്, എനിക്ക് ഇവൻ്റെ ദാസനായിരിക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല, പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ദാസനായിരിക്കുന്നത്. നമ്മളൊക്കെ ദൈവസന്നിധി ചെല്ലുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഇതിനേക്കാൾ എത്ര ചെറുതാണെന്ന് ആലോചിക്കണം. അവിടെയാണ് കൃപയുടെ പ്രാധാന്യം, അവിടെയാണ് കൃപയുടെ, ഞാൻ വരുന്നുണ്ട്, ആ ഭാഗത്തെക്കുറിച്ച് വീണ്ടും വരുന്നുണ്ട്. കൃപയുടെ ആ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ നോക്കിയിട്ട് അവൻ്റെ നന്മകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് നിന്റെ സന്നിധി നിൽക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളും ഏതാണ്ട് അതൊക്കെ പറയുന്നത്. കർത്താവെ, കഴിഞ്ഞ 21 വെള്ളിയാഴ്ച ഉപവാസം എടുത്തു നീ ഓർക്കണമേ കർത്താവ് എന്നൊക്കെ പറയുമ്പോൾ ഈ പരീശൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മളും പറയുന്നത്. കാര്യം 21 വെള്ളിയാഴ്ച ഉപവാസം എടുത്തത് കൊണ്ട് ദൈവം ഇത് ചെയ്തു തരാൻ ഞാൻ യോഗ്യൻ അല്ലെങ്കിൽ ദൈവം ബാധ്യസ്ഥൻ എന്ന നിലയിലാണ് നമ്മൾ ദൈവത്തിനടുത്ത് ചെല്ലുന്നത്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഭൂമിയിൽ ഈ ദൈവം തൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സിംഹാസനമേ ഉള്ളൂ. അതിൻ്റെ പേര് ത്രോൺ ഓഫ് ഗ്രേസ് എന്നാണ്, കൃപാസനമെന്നാണ്. റിവാർഡ് തരുന്ന ആസനമൊക്കെ അങ്ങ് സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. ഭൂമിയിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒറ്റ സിംഹാസനമേ ഉള്ളൂ. എന്താണ്? കൃപാസനം. അതുകൊണ്ട് തക്ക സമയത്ത് കരുണ ലഭിക്കേണ്ടതിന് കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്, കരുണ ലഭിക്കേണ്ടതിന്. അതുകൊണ്ട് കരുണയ്ക്കായുള്ള അപേക്ഷയിലാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത്? എന്നിലുള്ള സകല ആശ്രയവും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ എനിക്ക് എന്തുണ്ടാകത്തുള്ളൂ? വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. വേദപുസ്തക വിശ്വാസ വീരന്മാരുടെ ചരിത്രം പറയുമ്പോഴെല്ലാം അവർ ഫീബിൾ പീപ്പിളാണ്, വെരി ഫീബിൾ പീപ്പിൾ. പക്ഷേ അവരെന്ത് ചെയ്യുന്നു? അവരിൽ ആശ്രയിക്കാതെ, അവരുടെ കഴിവിൽ ആശ്രയിക്കാതെ അവരെങ്ങോട്ട് ചെല്ലുന്നു? ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വീണ അവരെ, അബാൻഡൻ യുവർസെൽഫ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ് ആൻഡ് ഹി വിൽ നെവർ അബാൻഡൻ യു ടു സംബഡി എൽസസ് ഹാൻഡ് എന്ന് പറയാറുണ്ട്. നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്ക്, അവൻ നിങ്ങളെ വേറെ ആരുടെയും കയ്യിലോട്ട് എറിഞ്ഞു കൊടുക്കത്തില്ലെന്ന്. ഞാൻ പറഞ്ഞതിനർത്ഥം ഗ്രഹിക്കണം. നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുക, അവൻ നമ്മളെ വേറെ ആരുടെയും കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കത്തില്ല. ആ നമ്മളെ തന്നെ എറിഞ്ഞു കൊടുക്കുന്നതാണ് ഫെയ്ത്ത്. ആ എറിഞ്ഞു കൊടുക്കുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ദി അൺസീൻ വേൾഡ്. അവിടെയാണ് ഫെയ്ത്ത് ഉണ്ടാകുന്നത്. ഐ ആം സീയിങ് ഗോഡ് ദ സ്പിരിറ്റ്. ആത്മാവാകുന്ന ദൈവത്തെ ഞാൻ എൻ്റെ ആത്മാവിൽ തിരിച്ചറിയുകയാണ്. ഐ അബാൻഡൻ മൈസെൽഫ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. ഇവിടെ കയീൻ അവൻ്റെ കഴിവുമായിട്ടാണ് വരുന്നത്, അവൻ്റെ വിയർപ്പുമായിട്ടാണ് വരുന്നത്. ഹാബേൽ അവൻ്റെ വിയർപ്പുമായിട്ടല്ല വരുന്നത്.